നമ്മൾ ഈ ടി വി യൂണിറ്റൊക്കെ ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഒരു പൈപ്പ് സെറ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഈ വയർ കയറി പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് നല്ല ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലായിരുന്നു പൈപ്പ് കിടന്നത്. അത് നമ്മൾ 36 ഇഞ്ചിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ നിന്ന് 36 ഇഞ്ചിലാണ് ഈ പൈപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡിലൊരു പൈപ്പ് ഉണ്ട്. അത് നമുക്കൊരു 15 ആ ഒരു റേഞ്ചിൽ ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് ഒരു 10 ഇഞ്ച് പൊക്കിയിട്ടാണ് ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച്, ഒരു ഫീറ്റാണ്. അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണ്ടത് ഫ്ലോറിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെ, ടി വിയുടെ സെൻറ്റർ വരെ 42 ഇഞ്ചാണ്. അപ്പോൾ അത് വരുന്ന രീതിയിലാണ് ഈ സാധനം ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ബാക്കിൽ കിട്ടും. ഇതിൽ നമ്മളൊരു കേബിൾ മാനേജറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. കേബിൾ എടുത്തിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് തിരിച്ചിടാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഇവിടെയും കൂടെ ഒരു കേബിൾ മാനേജർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ വരുന്ന വയർ മേളിലേക്ക് എടുത്ത് ഇവിടെ വൈഫൈയുടെയും സെറ്റപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ, റിമോട്ട് വേണ്ട, ആക്സസ് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ പുറത്ത് വെക്കാൻ പറ്റും. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. വയർ കാര്യങ്ങളൊന്നും വെളിയിൽ കാണത്തുമില്ല, നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ടി വി യൂണിറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് വളരെ മിനിമലായിട്ടാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു 3 ഷെൽഫുകൾ കൊടുത്തു, ഒരു പാനലിങ് കൊടുത്തു, ഒരു മാർബിൾ ഡിസൈൻസിലുള്ള ഒരു PVC ലാമിനേഷൻ ഷീറ്റിൻ്റെ ഒരു ലാമിനേഷൻ കൊടുത്തു. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എൻട്രി ഉണ്ട്, ഇതിലൊരു പാനലിങ് കൂടെ അഡീഷണൽ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിർത്തി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പോർഷൻ വന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വർക്ക് എത്തത്തുള്ളൂ. നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് തന്നെ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അത് ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഭയങ്കര ഒരു കോസ്റ്റ് ഇതിൽ വരത്തില്ല. ഈ ഒരു പാനലിങ്ങും ഈ ഇതിൻ്റെ ടോപ്പിലെ വർക്കുമാണ് നമുക്ക് അഡീഷണൽ ആകുന്നത്. ചില ആളുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ പാനലിംഗ് ആണ്, ഇത് ഫുള്ളായിട്ട് ഈ പാനലിംഗ് തന്നെ അങ്ങ് ചെയ്തു വെക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതൊരു റേഷ്യോ വെച്ചിട്ട് ഒരു 40-60 റേഷ്യോ അല്ലെങ്കിൽ 30-70 അങ്ങനെ ഒരു റേഷ്യോയിൽ ചെയ്യുക. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ആ വർക്ക് കൂടുതൽ മനോഹരമാകും. നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്